ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് കുറച്ച് ഡിസൈനർ കുർത്തീസ് കാണിക്കാം. ഞാനിപ്പോൾ ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ല എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഒരുപാട് പീസസ് ഉണ്ടാവില്ല, ലിമിറ്റഡ് പീസസേ ഉണ്ടാവുള്ളൂ. പ്ലസ് സൈസും ചിലപ്പോൾ 3XL മേലോട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ നല്ലൊരു ചോക്ലേറ്റ് കളറാണ്, കോഫി കളറും ചോക്ലേറ്റും കൂടെ ഇതായിട്ട്. ഇതിനകത്ത് ഈ ഒരു ഫോയിൽ പെയിന്റ് അത് വാഷ് ചെയ്യാൻ പോണതല്ല കേട്ടോ, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള നല്ലൊരു ഇതാണ്, നല്ല ഫിനിഷിങ് സോഫ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ആ ഫ്ലവേഴ്സ് ഒരു ഗോൾഡൻ കളർ വരുന്നതുകൊണ്ട് ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. ഇതിനകത്ത് ഇതുപോലെ സീക്വൻസും ത്രെഡും വരുന്നൊരു ദുപ്പട്ടയാണ്. അതിൻ്റെ എൻഡിലോട്ട് ഇതുപോലെ ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെയർ ചെയ്തേ ഉള്ളൂ. ദുപ്പട്ട ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ വി കോളറായിട്ട് ഈ ഒരു പെയർ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എല്ലാത്തിൻ്റെയും കാണിച്ചു തരാം ഡിസൈൻസ്. ഫസ്റ്റ് തന്നെ ഇതുപോലൊരു പൗഡർ പിങ്ക് എന്നൊക്കെ പറയും, ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് കളറിൽ ഇതുപോലെ സീക്വൻസ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇതിൽ സെയിം ടോണർ ദുപ്പട്ട പെയർ ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് യോക്ക് പാറ്റേൺ ചെയ്തേക്കുന്നത് ഇതുപോലെയാണ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഫസ്റ്റ്. പിന്നെ വന്നേക്കുന്നത് ഇത് ബനാറസിയുടെ തന്നെ ഒരു ചെറിയ ബൂട്ടാസ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ ക്ലോത്ത് ബട്ടൺ, ഇതിൻ്റെ സ്ലീവ്സ് എല്ലാം എൻഡിലോട്ട് ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്, സ്കാൽപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ പഫ് സ്ലീവ്, ബെൽ സ്ലീവ്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ഒരു കളറിലേക്കാണ് ചെയ്തേക്കുന്നത്, ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഇതിൽ ഫുള്ളി ഹാൻഡ് വർക്കാണ്, അത്രയും ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. മഷ്റൂം സിൽക്കാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ വന്നേക്കുന്നത് നല്ലൊരു പീച്ച് പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക്, അതിനകത്ത് ഓൾ ഓവർ ത്രെഡ് പോയിട്ട് ചെറിയ സീക്വൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓരോ ലൈൻസിലും. അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സെമി സിൽക്കാണ് കൊടുത്തേക്കുന്നത്. അത് ഇതിലെല്ലാം ഞാൻ ദുപ്പട്ട പെയർ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതാണ് ലാവൻഡർ ഷെയ്ഡിലോട്ട് ഇതുപോലെ ചെറിയ ഡൾ സീക്വൻസ് വെച്ചിട്ട് ഒരു പാറ്റേൺ. അതിൻ്റെ നെക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ഇങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് റെഡ്, ഇതും ഒരു നല്ലൊരു കോട്ടൺ സിൽക്ക് പോലത്തെ ഫാബ്രിക്കാണ്. അതിനകത്ത് ഫുള്ളി ഹാൻഡ് വർക്കാണ്. ഒരു ഗ്രീൻ കളറ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത്. പിന്നെ വന്നേക്കുന്ന ജോർജറ്റിലോട്ട് ഇതുപോലെ മൊഡാൽ സിൽക്കിൻ്റെ യോക്ക് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓണിയൻ കളറിൽ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ. ഇതിന് ഞാൻ ജസ്റ്റ് നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്ത് ഇതുപോലെ ഹെവി ആയിട്ടുള്ളൊരു ദുപ്പട്ട പെയർ ചെയ്തെന്നുള്ളൂ. നെറ്റിൽ വരുന്ന സീക്വൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ല ദുപ്പട്ട ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ. ഇത് നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഞാൻ ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഈ ദുപ്പട്ട കാണിച്ചായിരുന്നു. ഇതുപോലെ അയൺ ചെയ്യുമ്പോൾ നല്ല വിഡ്ത്തും ലെങ്ത്തും വരുന്നതാണ്. ടയാൻഡായി ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ എൻഡിൽ ടാസിൽസ് ഒക്കെ ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ കണ്ടോ. അടുത്തത് ഇതാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ. അതിന് ഞാനിപ്പം ആ ഒരു ബീഡ്സിൻ്റെ കളറ് ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ലൈൻസ് വരുന്ന ഇതുപോലെ ഉള്ളൊരു ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ തന്നെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും സെയിം ടോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബാത്തിക് പ്രിന്റ് വരുന്ന സെയിം ടോൺ തന്നെ ഇതുപോലെ വരുന്ന. ഇത് അയൺ ചെയ്യുമ്പോൾ ഭയങ്കര വിട്ടും ലെങ്ത് ഒക്കെ വരും. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. സ്ലീവ് എല്ലാം ഇതുപോലെ ഒരു ബെൽ സ്ലീവ് എല്ലാം വെച്ചിട്ട് എൻഡിൽ സ്കാൽപ്പൊക്കെ ആയിട്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. യോക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടാവും. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും, നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിൽ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. എൽബോ സ്ലീവ് ആണ് വെച്ചേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ക്ലോസ് ആയിട്ട് കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 ബുക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഹാൻഡ് വർക്കുള്ള പീസ്, റെഡി പീസ് കുറച്ച് അധികം ഡിലേ വരുത്താതെ ഡിസ്പാച്ച് ചെയ്യാം. ഓക്കെ.